ജീവിതത്തിൽ പലതരത്തിലുള്ള തലവേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അലർജിയുടെ ഭാഗമായിട്ട് തലവേദന ഉണ്ടാവോ? അനുഭവിച്ചവർക്കറിയാം. അപ്പോ ഈ വരുന്ന തലവേദന അലർജിയുടേതാണോ, സൈനസൈറ്റിസിന്റേതാണോ, മൈഗ്രെയിൻ്റെതാണോ, ടെൻഷൻ ഹെഡേക്ക് ആണോ എന്നൊക്കെ അറിയാൻ എന്തെങ്കിലും സൂത്രം ഉണ്ടോ? നമുക്ക് ചില ടിപ്സ് നോക്കാം. ചില ആളുകളിൽ അലർജിയുടെ തലവേദന കൂടുതലായിട്ടും നെറ്റി, ടെമ്പിൾസ്, കണ്ണിന്റെ ബാക്കിലൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നെ അലർജിയുടെ തലവേദനയുടെ കൂടെ എന്തായാലും മൂക്കൊലിപ്പ്, തുമ്മല്, കണ്ണ് ചൊറിച്ചില്, തൊണ്ട ചൊറിച്ചില് തുടങ്ങിയ അലർജി ലക്ഷണങ്ങൾ ഉണ്ടാവും. പൂമ്പൊടി, പൂപ്പൽ, വളർത്തു മൃഗങ്ങളുടെ രോമം, പൊടിപടലങ്ങൾ എന്നീ വസ്തുക്കളുമായിട്ട് സമ്പർക്കത്തിൽ വന്നതിന് ശേഷമാണ് തലവേദന ഉള്ളത് എങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അത് അലർജിയുടെ തലവേദന തന്നെയാണ്. അതുപോലെ നമുക്ക് ഇൻടോളറൻസ് ഉള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷമാണ് തലവേദന എങ്കിൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം അത് അലർജിയുടെ തലവേദന തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞത്, തലവേദന ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. നമ്മുടെ തലവേദന അലർജിയുടേതാണോ, സൈനസൈറ്റിസിന്റേതാണോ, അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക് ആണോ, മൈഗ്രെയിന്റെ തലവേദനയാണോ എന്നൊക്കെ കൃത്യമായി നമ്മൾ നിരീക്ഷിച്ച് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ചികിത്സ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.